ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ എൻ്റെ വാവാച്ചിയും ചേച്ചിയും ഇരിക്കുന്നത് കണ്ടോ? ചേച്ചിയുടെ മടിയിലാണ് വാവാച്ചി ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫംഗ്ഷനിൽ നമ്മൾ ഗെറ്റ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പ്രൈമറൊക്കെ അടിച്ച് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയാത്ത രീതിയിലാണ് കേട്ടോ. ഞാൻ അധികം മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഡ്രസ്സിനെ കുറിച്ച് പറയാം. ഡ്രസ്സ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അവർക്ക് ഓൺലൈൻ സൈറ്റ് മാത്രമല്ല, അവർക്ക് ഷോപ്പുണ്ട്. അപ്പോൾ ഇവരുടെ ഷോപ്പിൽ നിന്നുള്ള ഒട്ടുമിക്ക ഡ്രസ്സുകൾക്കും നമുക്ക് ഫീഡിങ് ഓപ്ഷൻ ഉണ്ട്. ഫീഡിങ് ഓപ്ഷൻ എനിക്ക് ഈ സമയത്ത് എനിക്ക് ഫീഡിങ് ഓപ്ഷൻ തന്നെ വേണം. എനിക്ക് ഫീഡിങ് ഓപ്ഷൻ ഇല്ലാത്ത ഡ്രസ്സുകളൊന്നും എനിക്ക് ഇടാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അത് തന്നെ നോക്കി തപ്പി പിടിച്ച് കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം റെഡി ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് അത്യാവശ്യം എനിക്ക് ലൂസ് ഉണ്ട് കേട്ടോ ഈ ഡ്രസ്സ്. നിങ്ങളത് നോക്കുന്നുണ്ട്. കാരണം ഞാൻ ഇത്തിരി വലിയ സൈസാണ് ഞാൻ ഓർഡർ ചെയ്തത്. എൻ്റെ സൈസ് എനിക്ക് ഏകദേശം മീഡിയം മതിയായിരുന്നു. പക്ഷെ ഞാൻ ലാർജ് ഓർഡർ ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം വലുതായിട്ട് തന്നെ നല്ല രീതിയിൽ വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഷേപ്പ് ചെയ്തിട്ടും ഇത് അത്ര ഞങ്ങളുടെ ഷേപ്പായി നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഡ്രസ്സ് കുറച്ചും കൂടി നമുക്കൊന്ന് കറക്റ്റ് ഫിറ്റ് ആണെങ്കിൽ ഈ ഡ്രസ്സ് കാണാൻ ഇത്തിരി ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നമ്മളൊരു ഫംഗ്ഷന് പോവാണ്, ഈവനിങ് ഫംഗ്ഷൻ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കൂടാതെ ഞാൻ പിന്നെ നമ്മുടെ കുട്ടികളുടെ ആനിവേഴ്സറി പരിപാടി ഉണ്ട്, അതിൻ്റെ വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആനിവേഴ്സറിക്ക് പോകുന്ന വീഡിയോ. മുടി ഉണങ്ങിയതിന് ശേഷം കെട്ടിത്തരാന്നല്ലേ പറഞ്ഞേ? പക്ഷെ ഇപ്പൊ കൊച്ചു കെട്ടിയേക്കണ കാണാൻ നല്ല രസമുണ്ട്. സ്ലൈഡൊക്കെ കുത്തി അടിപൊളിയായിട്ടുണ്ട്, ഗ്ലാമറായില്ലേ? നമുക്ക് പോവാം, നമുക്ക് കല്യാണത്തിന്. എന്താ പ്രശ്നം? റെഡിയായി ഇപ്പോൾ വരും. ചേച്ചിമാർ വന്നു കഴിഞ്ഞാൽ ചേച്ചിമാർ റെഡിയാവും. വായിൽ വിൽക്കണം. ചെണ്ട കൊട്ടണ് 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 ചെണ്ട കൊട്ടണ് 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 ചെണ്ട. കൊച്ചിൻ്റെ ചെണ്ട എന്തി? ചെണ്ട കൊട്ടണ് ചെണ്ട കൊട്ടണ് ചെണ്ട കൊട്ടണ് 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 ചെണ്ട കൊട്ടിയണ്ട. ചെണ്ട കൊട്ടണ് ചെണ്ട കൊട്ടണ് ചെണ്ട കൊട്ടണ്. വീണ്ടും പറഞ്ഞോ? ബാബ അപ്പ എവിടെ? അപ്പ സുന്ദരിയായി. ഇതെന്തി മുടിയൊക്കെ ചെയ്തേക്കളെ? സൂപ്പർ. അമ്മ പോയി കിട്ടില്ല. ഇന്നത്തെ പോയി കിട്ടിയാണ് ഞാൻ. ഗ്ലാമറാണല്ലേ? പാട്ടാ ആറ്റിറ്റ്യൂഡ് ഇടാൻ പറഞ്ഞിട്ട് ഫോട്ടോക്ക് ഒന്ന് പോസ്റ്റ് ചെയ്തേ. എന്നാ പാട്ട് പാട്. ഒന്ന് പാടിയൊന്നും കാണട്ടെ. ആര് പറഞ്ഞു? ഹലോ, അപ്പം
അതേ നമ്മുടെ ആഞ്ചലീനയുടെ അൻമരിയുടെയും സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിലാട്ടോ അവർ പഠിക്കുന്നത്. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ആനിവേഴ്സറി പരിപാടിക്ക് അവർ റെഡി ആയിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ആഞ്ചലീനയ്ക്കൊക്കെ 4 പ്രോഗ്രാം ഉണ്ട്. ഞാൻ ആ പ്രോഗ്രാംസിന്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ആഞ്ചലീനയുടെ കൂട്ടുകാരികളാട്ടോ. അവർക്ക് എല്ലാവർക്കും കൂടിയാണ് ഒരു ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഇതേ നമുക്ക് ഹായ് തരും കേട്ടോ. അപ്പം ഞാൻ ആ പിള്ളേരോട് പറഞ്ഞായിരുന്നു, അതേ നിങ്ങളെല്ലാവരും ഒരു ഹായ് പറഞ്ഞാലും ഞാനിത് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ എന്ന്. അവരെല്ലാവരും ഒരു ഹായ് തരാൻ നിൽക്കുക കേട്ടോ. ഇതൊക്കെ നമ്മുടെ ആൺകുട്ടിയുടെ കൂട്ടുകാരികളാട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഹായ് തരുന്ന കണ്ടോ, നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ആൻമരിയുടെ പോസ് ആണ് കാണുന്നത്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു കൂട്ടുകാരത്തി വന്നിട്ടുണ്ടായിരുന്നു. ആ മോള് വേറെ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ അവർ ആ കൊച്ചിന് പോകണമായിരുന്നു, കാരണം ഒരുപാട് രാത്രി ആയതുകൊണ്ട് അധികം സമയം ഇരിക്കാൻ പറ്റില്ല. എന്നിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു, പുതിയ ഗെറ്റപ്പിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ കുട്ടികളുടെ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ അവരുടെ ഹിന്ദി മിസ് ആട്ടോ. അത് മിസ് ഒരുപാട് നേരം കുട്ടികളെ റെഡിയാക്കാനൊക്കെ ഒരു നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സിന്റെ ഒക്കെ നല്ല ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ പ്രോഗ്രാമിൽ. അവരുടെ പ്രോഗ്രാമൊക്കെ ഞാൻ കൂടുതൽ ഞാൻ വീഡിയോ എടുത്ത പ്രോഗ്രാംസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രാമം മുഴുവൻ ഒരു സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് കാണാം നിങ്ങൾക്ക്. അതായത് ഇവിടുത്തെ പാരന്റ്സ് അല്ലാതെ അത് ഗ്രാമത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരു സാധാരണ ഗവൺമെന്റ് സ്കൂളാണ്, 7ാം ക്ലാസ് വരെയുള്ളത്. പക്ഷെ അവിടുത്തെ കുഞ്ഞുമക്കളുടെ പരിപാടി കാണാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് നേരം ആ സ്റ്റേജിന് മുമ്പിലിരിക്കുന്ന ആളുകളാ കാണുന്നത്. കുഞ്ഞുങ്ങളാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്. കണ്ടല്ലോ, അവർ നല്ല ഫോട്ടോ എടുത്തിട്ടാണ് കളിക്കുന്നത്. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ പ്രോഗ്രാമൊക്കെയാണ് കാണുന്നത്. പ്രോഗ്രാമിന്റെ ഒക്കെ ഞാൻ ചെറിയ ചെറിയ വീഡിയോസേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആ കുട്ടികളൊക്കെ ചെയ്യുന്നത് കണ്ടാൽ തന്നെ അറിയാം, നല്ല ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ ടീച്ചേഴ്സും അതെ, ചെറിയ കുഞ്ഞുങ്ങളെ ഈ പ്രോഗ്രാമൊക്കെ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ഒക്കെ ടീച്ചർമാരാട്ടോ. അപ്പോൾ അവർ ഈ ക്ലാസ്സിന്റെ സമയത്തൊക്കെ കുറച്ച് സമയം അതിനു വേണ്ടി ചെലവഴിച്ചിട്ടാണ്. നമ്മുടെ കുട്ടികളുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് അടുത്ത കുട്ടികൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ടോ, അവരെ പിക്ക് ചെയ്യാനും ഒക്കെ അവിടെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മോൻ വെള്ളം കുടിച്ചപ്പോൾ അവൻ ഫുൾ ടൈം പപ്പയുടെ കൂടെ ആയിരുന്നു കേട്ടോ. ഞാൻ ഈ കുട്ടികളുടെ അടുത്തൊക്കെ ആയിരുന്നുകൊണ്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ കുട്ടികളുടെ വീഡിയോ ഒക്കെ കാണുന്നത്. അപ്പം നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ ഡ്രസ്സ് മാറ്റാനായിട്ടൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. പിന്നെ വീഡിയോ പിടിക്കാനൊക്കെ. എനിക്ക് എല്ലാ പ്രോഗ്രാമൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. കാരണം ഒന്നാമത്തെ തന്നെ ഞാൻ നമ്മുടെ മക്കളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ വേണ്ടി പോയത് കൊണ്ടും വേറെ വേറെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ പ്രോഗ്രാമൊക്കെ മിസ്സായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആൻമരിയുടെ ഗ്യാങ് ആണ് കാണുന്നത്. അവരുടെ കൂട്ടുകാരികളും ടീച്ചറും ആണ് കാണുന്നത്. അപ്പോൾ കൊച്ചിന്റെ പോപ്പുകളൊക്കെ എടുത്ത് പിടിച്ചേക്കുക. ഇവരുടെ ടീച്ചർ വളരെ ഫോട്ടോ എടുത്തിട്ടാണ് ഇവരുടെ ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ആ ടീച്ചറിന് എന്ത് പറഞ്ഞാലും പറ്റില്ല. പിന്നെ കുട്ടികളാണെങ്കിലും ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു. അപ്പോൾ അവരുടെ മിസ്സാട്ടോ ഇത്. മിസ്സിന് ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ. ഒരാൾ പോലും ചെറിയ മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ആ പ്രോഗ്രാം മൊത്തം കൊളാവുമായിരുന്നു. അതുപോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു അവർ ചെയ്തത്. പക്ഷെ അത് എല്ലാവരും തന്നെ നല്ല രീതിയിൽ ടൈമിംഗ് ഒക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്തു കേട്ടോ. ഒരുപാട് ഫോട്ടോ എടുത്തു കുഞ്ഞുങ്ങൾ. പിന്നെ നമ്മൾക്ക് പ്രത്യേകം പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പ്രോപ്പർട്ടീസോ എല്ലാം തന്നെ ആ മിസ് ഒരുപാട് കണ്ടുപിടിച്ച് ഓടി നടന്ന് കണ്ടുപിടിക്കട്ടെ. പിന്നെ നിങ്ങൾ പറയില്ലേ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ വളരെ മോശമാണെന്ന്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ഗവൺമെന്റ് സ്കൂളിലൊക്കെ. നമ്മുടെ മക്കൾ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കും. മോശമായ ടീച്ചേഴ്സ് ഉണ്ടാവും, പക്ഷെ അത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ മോശമായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ ടീച്ചേഴ്സൊക്കെ പുതിയതായിട്ട് വരുന്ന ടീച്ചേഴ്സൊക്കെ എല്ലാവരും തന്നെ നല്ല നല്ല ടീച്ചേഴ്സാണ്. പ്രത്യേകിച്ച് ഇവരുടെ ടീച്ചേഴ്സൊക്കെ കണ്ടോ, വലിയ കുട്ടികളൊക്കെ അവർ തന്നെ പ്രോഗ്രാം പഠിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ കുഞ്ഞു കുട്ടികളെയൊക്കെ അവർ ടീച്ചർമാര് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട്. ഒരു അമ്മയുടെ കുഞ്ഞിന്റെയും ഒരു സ്റ്റോറിയാണ് അവർ ആ പ്രോഗ്രാമിൽ ചെയ്തത്. അത് ആ പ്രോഗ്രാമിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മറക്കാണ്ട് നിങ്ങൾ കാണണം. ഒരു കുഞ്ഞു വളർന്നു വരുന്നത്, പിന്നെ അതിനു വേണ്ടി ഭൂതം പിടിക്കുന്ന, അതായത് ഒരു നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങളെയൊക്കെയാണ് അതിനൊരു പ്രതിനിധീകരിച്ചാണല്ലോ അത് കാണിക്കുന്നത്. അപ്പം അതിനെയൊക്കെ കുറിച്ച് നല്ല രീതിയിൽ അപ്പൊ നമ്മുടെ മോളും നമ്മുടെ ആൻമരിയും അതിനകത്ത് ആക്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ഒക്കെ വളരെ വളരെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ മറക്കാണ്ട് എല്ലാരും കാണണം. ഇതൊക്കെ 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെയും ഈ ഓറീസി എന്നൊക്കെ പറഞ്ഞ ഹിന്ദിക്കാർ കുട്ടികളൊക്കെ ഇവരുടെ കൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒന്നും പാട്ട് എനിക്ക് ഓഡിയോ ഇടാൻ പറ്റത്തില്ല, കാരണം ഇതിനൊക്കെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ കുറച്ച് സ്പീഡിലായിട്ടാണ് വീഡിയോ കാണിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞിട്ട് ആഞ്ചലീനയ്ക്ക് ഒരു സ്കിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷിലുള്ള ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു, എൻവോൺമെന്റ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 12 മണിയായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പിറ്റേ ദിവസം രാവിലെ അവർക്ക് കരാട്ടയുടെ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആകെ ടയേർഡായിരുന്നു, ബിസി ആയിരുന്നു.
ഇത് 1-ാം ക്ലാസ്സിലെ ഒരു കൊച്ചു കളിച്ച ഒരു ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു കേട്ടോ. നന്നായി പെർഫോം ചെയ്തിട്ടോ കുഞ്ഞ്. അതിന് പറ്റാവുന്ന രീതിയിൽ മാക്സിമം നന്നായി തന്നെ പെർഫോം ചെയ്തു. ഇതൊരു മോൻ പാട്ട് പാടിയത് കേട്ടോ. AR-റഹ്മാനിലെ സോങ് ആണ്. കൊച്ചിന് നല്ല രീതിയിൽ പാട്ട് പാടിയത്. ആർക്കും ഒരു പേടിയോ സ്റ്റേജ് ഫിയറോ ഒന്നും കണ്ടില്ല. പാട്ടൊക്കെ വളരെ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു 1-2-3 പേര് മാത്രമേ പാട്ട് പാടിയിട്ടുള്ളൂ. ഇത് പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. PTA-യുടെ ആഭിമുഖ്യത്തിലാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ കുട്ടികളൊക്കെ പിരിവിട്ടിട്ട് തന്നെയാണ്. അല്ലാണ്ട് ഗവൺമെന്റ് സ്കൂളിൽ ആരും തന്നെ ഗവൺമെന്റ് ഇതിനൊന്നും പൈസ ചെലവാക്കും. One wrapper won't make a difference. That's what the difference says, and that's why the city is full of garbage and pollution. You worry too much. Pollution is not my problem. Once a mighty tree, but now people cut down forests, living on this smoke and dust. I didn't know was this bad. You ignored the warnings, but now you must decide. Will you continue polluting or will you help nature heal? അപ്പോൾ അഞ്ജലീനയുടെ സ്കിറ്റൊക്കെ കഴിഞ്ഞായിരുന്നു. ഇംഗ്ലീഷിലുള്ള സ്കിറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒപ്പന പോലത്തെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ ഫ്യൂഷൻ സോങ് വെച്ചിട്ടാണ് അവർ ഒപ്പന കളിച്ചത്. കുട്ടികളൊക്കെ നല്ല രീതിയിലാണ് കളിച്ചത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ. കുറച്ച് പാട്ടുകളൊക്കെ ക്ലബ് ചെയ്തിട്ട് അവർ കളിച്ചു. അപ്പോൾ നമ്മുടെ അഞ്ജലീന അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവർ ഡ്രസ്സ് ചെയ്തേക്കാം കേട്ടോ. അവരുടെ ലാസ്റ്റ് പ്രോഗ്രാമായിരുന്നു. ആനിവേഴ്സറിയുടെ തന്നെ ലാസ്റ്റ് പ്രോഗ്രാം അവരുടെ തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ ഫ്രണ്ട്സൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിൻ്റെ അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അഞ്ജലീന കൂട്ടുകാരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വേഗം അവരുടെ ടൈം വന്നായിരുന്നു. അപ്പോൾ കൊച്ചിൻ്റെ സ്കിറ്റിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മേക്കപ്പൊക്കെ ചെയ്തിരുന്ന ആ കുട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ ടീച്ചറിൻ്റെ ആളാണ് അവരുടെ കണ്ണൊക്കെ വരച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അവർ സ്റ്റേജിൻ്റെ പുറകിൽ നിൽക്കുന്ന രംഗാണ് കാണുന്നത്. അവരത് കയ്യിൽ വെച്ച് അതൊക്കെ ഒന്ന് കളിക്കാൻ പറ്റുമെന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ലാസ്റ്റ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 മണിയാകാറായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞുമാവൊക്കെ അതിന് മുമ്പ് തന്നെ കിടന്നുറങ്ങിയായിരുന്നു. കുഞ്ഞുമാവയ്ക്ക് ഇത് പ്രോഗ്രാമൊന്നും കാണാൻ പറ്റില്ല.